എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2024 മെയ് മുതൽ 2025 മെയ് വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം രാശിമാറ്റം നടത്തും. മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ഓരോ കൂറിൽപ്പെട്ടവർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ മകരക്കൂറുകാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എല്ലാ മകരക്കൂറുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നിവ ചേർന്നതാണ് മകരക്കൂർ. ഉത്രാടം 3/4, തിരുവോണം, അവിട്ടം 1/2. ഈ ഗ്രൂപ്പിൽ ചേർന്ന ഈ ഗ്രൂപ്പിൽപ്പെട്ട നക്ഷത്രങ്ങളെയാണ് നമ്മൾ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായി കണക്കാക്കുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അത്ര ഗുണകരമായ ഫലങ്ങളല്ല എന്ന് പറയാവുന്നതാണ്. കാരണം ഏഴരശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും ഒക്കെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ്. പലർക്കും സാമ്പത്തികമായ വളരെയേറെ പ്രതിസന്ധികളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും അതുവഴി ഉണ്ടാകാവുന്ന മാനസിക ക്ലേശങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ വരുന്ന മെയ് മുതലുള്ള വ്യാഴമാറ്റം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. കാരണം വ്യാഴത്തിൻ്റെ രാശിമാറ്റം 5-ാം ഭാവത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. 5-ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഗുണകരമായ ഒരുപാട് ഫലങ്ങൾക്കും സാമ്പത്തികമായ ക്ലേശങ്ങൾക്കൊക്കെ മാറ്റം വരുന്നതിനുമൊക്കെ കാരണമായി തീരുന്ന ഒരു സ്ഥാനത്തേക്കാണ് വ്യാഴം മാറി സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പായും പറയാവുന്നു. വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമൊക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ മാറിക്കിട്ടുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തൊഴിൽ ലഭിക്കാൻ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. വിവിധ തൊഴിൽ മേഖലകളിൽ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതും അനുകൂലമായ തരത്തിൽ പ്രമോഷനുകളും ട്രാൻസ്ഫറുകളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് രോഗം കൊണ്ട് പീഡകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊരു മോചനം ലഭിക്കുന്നതായിരിക്കും. കർഷകർക്കും കലാകാരന്മാർക്കും ഒക്കെ വളരെ ഗുണകരമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, ടെക്നിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ വ്യാഴമാറ്റം മൂലം ഉണ്ടാകുന്നതായിരിക്കും. എങ്കിലും കണ്ടകശനിയുടെ കാഠിന്യം കുറഞ്ഞിട്ടില്ല. അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക, ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുക തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും. ഒപ്പം ഗ്രഹനില പരിശോധിപ്പിച്ച് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഗുണകരമായിരിക്കും. കൂടാതെ
വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, വിഷ്ണുവിന് വേണ്ട വഴിപാടുകളൊക്കെ അർപ്പിച്ചു പോവുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒപ്പം അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ 2024 മെയ് മുതൽ 2025 വരെയുള്ള ഒരു വർഷക്കാലഘട്ടം ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും. അതിനുവേണ്ട പ്രവർത്തനം തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലം തീർച്ചയായും ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ മകരക്കൂറിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.